എന്ന വസന്തത്തിന്റെ പൂമൊട്ടുകൾ വിരിയിച്ച പ്രിയപ്പെട്ട പാട്ടുപൂരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. അഞ്ചാറ് വർഷമായിട്ട് ഈ ടോപ്പ് സിംഗറിൽ ഇവിടെ കുത്തിയിരിക്കുക. ഇതുപോലൊരു വരവേൽപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ആവശ്യമില്ലല്ലോ, അങ്ങ് സംഭവല്ലേ. ആണോ അണ്ണാച്ചി? വേറൊന്നുമല്ല, എന്നൊക്കെ പറഞ്ഞു സാധാരണ ഹിന്ദി സിനിമയിലൊക്കെ ഷാരൂഖ് ഖാൻ അല്ലേ പിന്നെ ഒക്കെ വരുമ്പോ മാത്രമേ ഇങ്ങനത്തെ ഒരു മ്യൂസിക്കും ബാക്കി ഫ്ലാഷി ലൈറ്റ്സ് ഇതൊക്കെ വരത്തുള്ളൂ. ഇത് ഈ പിള്ളേർക്ക് രണ്ടെണ്ണത്തിന് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് അല്ല, അത് സമ്മതിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് മാത്രമല്ലേ ഇങ്ങനെ? അല്ലല്ല, അണ്ണ ഇപ്പൊ പറഞ്ഞ കേട്ടോ, എം ജി അങ്കിൾ വേണമെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വരാം. അണ്ണൻ മാത്രം വരാൻ പറയും. അയ്യോ അങ്ങനെയല്ല. അല്ല, എവിടെ ആയിരുന്നു? ഞാൻ നാട്ടിലായിരുന്നു. അതല്ല, വിഷുവിന് ഭയങ്കര തിരക്കായി പോയി. വിഷു അല്ല മോളെ, വിഷു. പിന്നെ നമ്മള് ഗുരുവായൂർ പോയായിരുന്നു ആ വെക്കേഷന്റെ സമയത്ത്. എന്നിട്ട് തുലാഭാരൊക്കെ നടത്തി. എങ്കിലും ശിവുവിനെ മിസ് ചെയ്ത് കേട്ടോ. ഞങ്ങള് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതൊക്കെ സംസാരിച്ചതാണ്. അപ്പൊ രണ്ടുപേർക്കും സുഖം എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതാ കർട്ടൻ പൊക്കുകയാണ്. രംഗപ്രവേശനം നടത്താൻ ആരാണാവോ? സർഗരാഗവേദിയിലേക്ക് വയനാടിന്റെ സ്വന്തം പാട്ടുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട മെബിൻ കുട്ടൻ എത്തുന്നു. വെൽക്കം മെബിൻ ഓൺ സ്റ്റേജ്. മെബുക്കുട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നല്ലേ? വീട്ടിൽ പോയില്ലേ? മക്കളെ പറ വിശേഷം. വീട്ടിൽ പോയി വന്ന് അവിടെ പോയി അടിച്ചു കളിച്ച്. ആരെ അടിച്ചു പൊളിച്ചെന്ന്? അടിച്ചു പൊളിച്ചതല്ല, വീട്ടിൽ പോയിട്ട് നല്ലപോലെ ആഘോഷിച്ചു. എങ്ങനെ? അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്ന്, അങ്ങനൊക്കെ തന്നെ. അത്രേ ഉള്ളൂ? പിന്നെ കൂട്ടുകാരന്മാരുടെ കുറച്ചേരം കളിച്ച്. കൂട്ടുകാരന്മാര്? കൂട്ടുകാരികൾ? കസിൻ അനിയത്തി ഉണ്ട്, അവളുടെ കൂടെ കളിച്ചു. പിന്നെ എലീഷ, അതാണ് ചോദിക്കുന്നത്. എലീഷ കുഞ്ഞാവ. ഏത് പാട്ടാ മോനെ? ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയെ. ഇതെനിക്ക് പാടി എന്നെ ഞെട്ടിച്ചത് മറ്റേ ഋതുരാജാണ്. സീസൺ 1 അവനില്ലേ പൊടിയെടുപ്പിയുടെ അത്രയായിട്ട് വന്നിട്ട് അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അങ്ങനെ കംപ്ലീറ്റ് കടുകെട്ടാന്നുള്ള വാക്കുകൾ കാണാതെ പാടിയപ്പോഴ് എണ്ണീറ്റ് നിന്ന് കൈയടിച്ചു. അപ്പൊ മക്കൾ അസാധ്യമായിട്ട് പാട്. താങ്ക് യു. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്തിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയാ ഇനി എൻ മനസ്സിൽ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായി
മെബൂസ് എന്തോ അസലായിട്ട് പാടി മോനെ, താങ്ക് യു ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. എനിക്ക് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. മോന് തുടക്കം പല്ലവി മാത്രം ടാരി രാരി ആ ഒരു ഗ്ലൈഡ് മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ പാരിൻ ആർദ്രമായി തലോടിയൊക്കെ ആഹാ എന്തൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെയാണ് ഉള്ളിൽ വീണ് അലിഞ്ഞു ചേരും. മനോഹരമായിട്ട് പാടി കേട്ടോ, താങ്ക് യു. അസലായിട്ട് പാടി. താങ്ക് അത് എനിക്ക് ഒന്നുകൂടെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് പ്ലീസ്. ഈ അനന്ത തീരും ഇതിൻ്റെ ശ്രുതി കുറച്ചുകൂടെ കൂട്ടിയാൽ മോന് പ്രശ്നമുണ്ടോ? ഇല്ല. ഇല്ല, ഒന്ന് കൂട്ടിയൊന്ന് പാടി നോക്കി. ജസ്റ്റ് പല്ലവിയുടെ ഒരു പൂ ആദ്യത്തെ ആറ്റിലിപ്പോ ഓക്കെ അല്ലേ? ദാരി നാരി ഒന്ന് പാടി ജസ്റ്റ്. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി ജന്മഗേഹം വിട്ടു. അത്രേ ഉള്ളൂ ടോപ്പ്. ഇനി പല്ലവി ഒരു പൂതലൻ എല്ലാം താഴെയാണ്. ഈ അനന്ത തീരം ഒന്ന് പാടി. ഈ അനന്ത തീരവും ഇടറി നിന്ന കാലം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്നുവെച്ചാൽ കുറച്ച് സ്ഥലങ്ങൾ രീ ഗരി ആ രണ്ട് നോട്ട് കുറച്ച് മോന് സ്ട്രെയിനായിട്ട് വരും. അതുകൊണ്ടാണ് മോന് ഈ പിച്ച് തന്നെ എടുത്തത്. നന്നായി. എനിക്ക് ആ പോർഷൻ മാത്രം ഉള്ളിൽ വീണ് അലിഞ്ഞു തരും. അതിൻ്റെ മുമ്പിലൊന്ന് പാടി വരും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ അനന്ത തീരവും ഇടറി നിന്ന കാലവും വഴിമറന്ന യാത്രികന്റെ മൊഴിമറന്ന മൗനവും ഉള്ളിൽ വീണലിഞ്ഞു ചേരും ഈ മുഹൂർത്തമെന്നെ നിന്നെ കാൽക്കൽ വീണ പൂക്കൾ പോലെ ആഹാ സവാഷ് സവാഷ്. മോൻ്റെ ഈ പ്രായത്തിൽ ഇത്രയും എക്സ്പ്രഷൻ ഇത്രയും എക്സ്പ്രസീവായിട്ട് പാടാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. താങ്ക് യു. വെരി ഗുഡ്. പല്ലവി മാത്രം എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതിൻ്റെ അക്ഷരങ്ങളും എനിക്കൊരു ഇത്തിരി സംശയമുണ്ട്. അതായത് ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി അങ്ങനല്ലേ? നിറവാർന്ന ആണോ നിറമാർന്നയാണോ? അവിടെ ഒരു സംശയമുണ്ട്. നിറ മാറുന്നാണ് പഠിച്ചേ. ആ ഇനി എൻ മനസ്സിലാണ് അല്ലേ? മനസ്സിൻ അല്ലേ? മനസ്സിൻ ആ മനസ്സിൽ എന്ന് പാടി. ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ അങ്ങനെയല്ലേ വരത്തുള്ളൂ അല്ലേ? അവിടെ കുറച്ച് സംശയമുണ്ട്. എന്നാലും നോ പ്രോബ്ലം. ഓക്കെ, ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു. താങ്ക് യു. ബബൂസ് എന്തോ മനോഹരമായിട്ട് പാടി മക്കളെ. താങ്ക് യു. ഇത് ഞാനും ആകെ എഴുതി വെച്ചേക്കുന്നത് നിന്റെ അക്ഷരം പറയുന്നത് മാത്രം ഓരോന്ന് കറക്റ്റ് ചെയ്യണം. അതാണ് പ്രധാനമായിട്ടുള്ള. പാട്ടൊക്കെ നന്നായിട്ട് പാടി. താങ്ക് യു. ഇപ്പോൾ അണ്ണൻ മോനെ കൊണ്ടൊരു കുറച്ച് ചുരുതി കൂട്ടി പാടിച്ചില്ലേ? ആ ഒന്ന് കേൾക്കാൻ വേണ്ടി, ഒരു തവണ കേൾക്കാൻ വേണ്ടിയാണ് കൂട്ടിയത്. അപ്പം അങ്ങ് ഇച്ചിരി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല മോനെ. ഓക്കെ മക്കളെ, ഇത് പ്രധാനമായിട്ട് ശംഖ് അത് കൃത്യമാവണം കേട്ടോ. അഭയാർത്ഥി എന്നുള്ളതും ഒക്കെ മോന് ഒരു നിറ റാ കേൾക്കണം മോനെ. കേൾക്കാം. അത് നിരമാർന്ന എന്നാ കേൾക്കുന്നത്. നിറഞ്ഞ സായം സന്ധ്യേ. അപ്പോൾ അത് അക്ഷരം കുറയും കൂടെ. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ധന്യമാക്കുക. ഇപ്പോൾ പാടിച്ചപ്പോൾ മോൻ കറക്റ്റ് ഞങ്ങളെയൊക്കെ ധന്യരാക്കി. പക്ഷേ ധാ എന്നുള്ളത് ഈ മഹാപ്രാണമൊക്കെ അങ്ങനെ തന്നെ പറയണം മോനെ. അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം. ഓരോ വാക്കിനും അതിൻ്റെ ഒരു വൈബുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവത്തില്ലായിരിക്കും. പക്ഷേ ആ ഒരു വൈബ്, സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഫുള്ള് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആ ഒരു വാക്കിനൊരു വൈബ്രേഷൻ ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലൊരു സംഭവം സൃഷ്ടിക്കും കേട്ടോ മോനെ. അതുകൊണ്ടാണ് അക്ഷരം വളരെ സ്ഫുടമായിട്ട് തന്നെ പറയാൻ ശ്രമിക്കണം. മെബിൻ കുട്ട, നീ ഉഗ്രമായിട്ട് പാടി മോനെ. അതിലൊന്നും പറയാനല്ലോ, നല്ല പാട്ട്. താങ്ക് യു. ഇതാരാ പാടിയത്? NG സാർ. ഇത് അണ്ണാച്ചി അല്ലേ പാടത്ത്. ലവ് യു അണ്ണ. മോന് എപ്പോഴും നല്ല ഫീലാണ് കേട്ടോ പാടുമ്പോൾ. ആസ് ഓൾവേസ് അത് ചൂസ് ചെയ്യുന്ന പാട്ടാവട്ടെ, ആ പാട്ടിൻ്റെ ഇമോഷൻ എക്സ്പ്രഷൻ ആവട്ടെ, എല്ലാം കിടുവാണ്. മോൻ വർക്ക് ചെയ്യേണ്ട 2 ഏരിയ മെയിൻലി മോനെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. അത് ഇപ്പം നമ്മളുടെ ആസ്വാദനത്തിന് അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനതൊരു കുറച്ചും കൂടെ അക്കാഡമിക്കൽ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഒരു നിറഞ്ഞ എന്ന് പറയുന്ന മോൻ നിരഞ്ഞ എന്നാക്കണം കേൾക്കുന്നത്. അങ്ങനെ മോനെ ഒരു പക്ഷെ അത് മോൻ്റെ ഏജിൻ്റെയും അതൊക്കെയാണ്. ഒത്തിരി കൂടെ വലിപ്പം വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ ഇതൊക്കെ മാറുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവേണ്ടതാണ്. എന്നാലും നമ്മളിങ്ങനെ ഒരു വേദിയിൽ പാടുമ്പോൾ ഇത് കൂടുതലൊന്ന് ശ്രദ്ധ പതിപ്പിച്ചാൽ അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ബേസ് റേഞ്ചിലുള്ള മോൻ്റെ കുറച്ചൊരു ക്ലാരിറ്റി കുറവ് ചില സ്ഥലത്ത് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ
ഞാനൻ ശ്യാമജന്മം, അത് ഫീലുണ്ട് പാടുമ്പോൾ. പക്ഷെ അതൊന്നും കൂടെ ക്ലിയർ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവാണ്. അത് മെയിൻലി ആ ബേസ് റേഞ്ചിലുള്ള മോൻ്റെ ഈ ഏജിൻ്റെ കാര്യം തന്നെയാണ്. അത് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈസിലി തന്നെ ഓട്ടോമാറ്റിക്കലി ശരിയാവും. പക്ഷെ നമ്മളിങ്ങനെ പാടുമ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഒരു MG അണ്ണൻ എന്തിനാണ് പിച്ച് കൂട്ടി പാടിച്ചത് എന്നുള്ളത് മോന് ആക്ച്വലി മനസ്സിലായില്ല. മോൻ വിചാരിച്ച് മുകളിലുള്ളത് കേൾക്കാനാണെന്ന്. അതല്ല, താഴെയുള്ളത് കറക്റ്റ് ആവുമെന്ന് അറിയാനായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അത് ഈ ശ്രുതി തന്നെയാണ് ഇതിന് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര ഹൈ ആയി പോകുന്നുണ്ട്. കുറച്ച് അലറി വിളിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ ആസ് എ ഹോൾ ഒരു കുഴപ്പമുണ്ടായില്ല മോനെ. ഈ ഒരു കാര്യം മാത്രം മോൻ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. വേറെ അതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ. എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഹലോ മൈ ഹാൻസം ബോയ്. ഇങ്ങനെ ഹാൻസം ബോയ് എന്ന് പറഞ്ഞാൽ നീ ഭയങ്കര നാണം. അല്ല, നിനക്ക് ഇതിന് അങ്ങനെ എക്സ്പ്രഷന്റെ ആവശ്യം അത്രയും വേണ്ട. പറയാം. എന്തുണ്ട് വിശേഷം? വീട്ടിലൊക്കെ സൗണ്ട് മാറി. എന്താ വീട്ടിൽ അമ്മയ്ക്ക് എന്തറിയുന്നു? സുഖമായിട്ടിരിക്കും. നല്ല ഐശ്വര്യമുള്ളൊരു പാട്ട്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു ബിഗ് താങ്ക്സ്. ഞങ്ങൾക്കും കേൾക്കാൻ പറ്റി, എനിക്കും കേൾക്കാൻ പറ്റിയല്ലോ. നന്നായിട്ട് പാടി മോൻ. പിന്നെ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരണം കേട്ടോ. ഹാൻസം. അപ്പം ശരി. എന്തായാലും മക്കളെ 2 കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് അക്ഷരം, അത് മെയിനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലോ റേഞ്ച്, താഴത്തെ, ഇത് 2 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാടിയത് വെച്ചിട്ട് ഇത് 2 കൂടെ ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ 100/100 കിട്ടിയേനെ. അപ്പം ഇപ്പോൾ തരുന്നത് ഇറ്റ്സ് 98 out of 100. താങ്ക് യു. giving you a super. താങ്ക് യു. ആടി ഒരു അക്ഷരപ്പൂക്കുറ്റി for you. Congratulations, you are awarded a supreme. Thank you. സ്വരവിരുന്നിലേക്ക് എത്തുന്നു നമ്മുടെ ഇടുക്കിയിലെ മിടുക്കിക്കുട്ടി ശ്രേയക്കുട്ടി. വെൽക്കം ശ്രേയ ശ്രീകുമാർ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ മക്കളെ, എന്ത് സൗന്ദര്യം നിനക്ക്. സിനിമയിലും വല്ല അഭിനയിക്കാൻ പോകണോ? ഞാൻ സിനിമ അഭിനയിക്കാൻ വന്നല്ല. എന്റെ സൗന്ദര്യം എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ്. അല്ലേ? പാവത്തങ്ങൾക്ക് കൊടുക്കരുത്. സത്യം, ഈ പാവത്തിന് ഇത്ര സൗന്ദര്യം എന്തിനു തന്നു? ശരിയാ. മക്കളെ ചുന്ദരി വാവേ, എന്തോ സർ, സൂപ്പർ ആയിട്ടുണ്ട് മക്കളെ. ലുക്കിംഗ് അൾട്ടിമേറ്റ്. താങ്ക് യു. ഏതാ കുഞ്ഞു പാടുന്നത്? മല്ലി സായിക. ഹാപ്പി മൂഡുള്ള മെലഡി. അതാ, നല്ല പാട്ടാ മോളെ, നല്ല പാട്ടാ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. പാടുന്ന കമ്പികളാക്കി സ്വപ്നങ്ങളജന്താ ശില്പങ്ങൾ
പാടുന്ന കമ്പികളാക്കി അപ്പൊ ശ്രേയക്കുട്ടി എന്താ സർ? നന്നായിരുന്നു മോളെ. Thank you, കാരണം sir. എനിക്ക് ഒരു പോയിന്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചു. അത് മല്ലീസായക കുറച്ച് സ്ഥലത്തെ എക്സ്പ്രഷൻസ് കൊടുക്കണ്ടേ, എല്ലാം തുറന്നും വിടാതെ കൊടുക്കേണ്ടടുത്ത് കുറേ സ്ഥലത്ത് കൊടുത്തു. ഇനിയും ചെയ്യാം. മല്ലീസായക എന്ന് മേളിലോട്ട് പാടത്തില്ലേ, ആ മേളിൽ പാടുന്ന പോർഷൻ ഇങ്ങനെ കുറച്ചിങ്ങനെ തുറന്ന് അങ്ങനെ കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് പാടാവോ? നൈസ്, ദാറ്റ്സ് ഓൾ. ശബാഷ്. ഭാവനാലതകൾ പാടുന്ന കമ്പികളാക്കി. മനസ്സിലായോ? അപ്പൊ ചെറിയ ചെറിയ പോയിന്റ്സ് ഇനി കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇട്ട്. കാരണം ഇങ്ങനെ മോള് പാടുമ്പോൾ എപ്പോഴും തുറന്ന് പാടുമല്ലോ അങ്ങ്. ടോട്ടൽ സോങ് ഒരു മൂഡ്, പക്ഷെ അതിനകത്ത് നിന്ന് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു സൈനാണ്. അപ്പൊ എന്ത് പറ്റുന്ന നല്ല ശബ്ദമാണ്. അപ്പം ആ നല്ലൊരു ശബ്ദമുള്ള ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ട്രെയിൻഡ് വോയിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ പറ്റത്തുള്ളൂ. ബട്ട് ദിസ് യു ക്യാൻ ഡു. കാരണം ഇങ്ങനെ പല സ്ഥലങ്ങളും, അതായത് അനുപല്ലി ഒന്ന് പാടിക്കേ. നെക്സ്റ്റ് നെക്സ്റ്റ് ഫീൽ. സ്വർണ്ണ മത്സ്യക്കോടി നിന്റധം വന്നിറങ്ങി നിന്റെ ചന്ദനക്കൈനഖ ചന്ദ്രകലകൾ എന്റെ വിഭജിക മീട്ടി ആരാധികയായി ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മോളിപ്പം ഇത്രയും ഭംഗിയായിട്ട് പാടിയപ്പോൾ പാടിയില്ല, മോൾ പാടിപ്പോയി. കാരണം നാച്ചുറലി കുറച്ചൊരു ടെൻഷനും ബാക്കിയെല്ലാം വരുന്നുണ്ട്, പാടിപ്പോയി. ഇതുപോലെ പാടിയാൽ മതി. ഞാനിപ്പോൾ നേരത്തെ ഒരു മോളെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ നാളെ പാടാൻ പോണ ഇതാണ്, സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ അത് തിങ്ക് ചെയ്യണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലിരുന്നോട്ടെ. കാരണം ഇങ്ങനെ തന്നെ ഓരോ പാട്ടും പഠിച്ചു പാടുക. പക്ഷെ ഇവിടെ ഈ ചെല്ലച്ചൊടികൾ വന്നിറങ്ങി അവിടെ കുറച്ച് പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇതിപ്പോൾ എനിക്ക് സമാധാനമായി, സന്തോഷമായി, താങ്ക് യു സർ, അത്ഭുതമായി. താങ്ക് യു സർ. ഇനി അണ്ണ മനസ്സമാധാനം കിടന്ന് ഉറങ്ങിക്കോളൂ. അതെ മക്കളെ, എന്തോ സർ? ശ്രേയ കുഞ്ഞ് നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സംശയമാണ് ഇപ്പൊ അണ്ണൻ പാടിച്ച് ക്ലിയർ ചെയ്തത്. പ്രധാനമായിട്ട് നിന്റെ ചന്ദന അത് അവിടെ തൊട്ട് തുടങ്ങുന്ന ആ വലിയ ഗാന്ധാരം വരുന്ന ഏരിയ ഒക്കെ മോള് പാടുന്നതിന് പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒരു മൂടൽ മഞ്ഞിന്റെ ഇടയ്ക്കായിരുന്നു മോള്. അവിടെ കുറച്ച് സ്ലിപ്പായി. കുഞ്ഞിനെ തപ്പി നടക്കുകയായിരുന്നു ഞാൻ, മഞ്ഞിന്റെ ഇടയിൽ എവിടെ ഈ കുഞ്ഞെന്ന്. ഇപ്പൊ പാടിയപ്പോൾ ഉഗ്രമായിട്ട് പാടി മോള്, വൃത്തിയായിട്ട് പാടി. ടേക്കിന് പാടാതെ പിന്നെ പാടിക്കുമ്പോൾ വിളിച്ച് ഉഗ്രമായിട്ട് പാടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മക്കൾ കേപ്പബിളാണ്, അപ്പോൾ അത് അറിയാമല്ലോ. അത് ഉഗ്രമായിട്ട് പാടി. എന്തിനാ ടെൻഷനും കൊണ്ട് വരുന്നത് നിങ്ങൾ? നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ എൻജോയ് ചെയ്താൽ നമ്മൾ 1000 എൻജോയ് ചെയ്താൽ മാത്രമേ ഈ കേൾക്കുന്ന ആൾ ഒരു 50 എൻജോയ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഇൻവോൾവ്മെൻറ്റ് അതല്ലാതെ അയാളെ ഒരു 1000 സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തതേ ഇല്ല. ആദ്യം നമുക്ക് വേണ്ടി പാടുക. കാര്യം നമ്മൾ അൾട്ടിമേറ്റായിട്ട് എന്താണ്, നമ്മൾ ദൈവത്തിനാണ് ഓരോ കലയും അർപ്പിക്കുന്നത്. അത് പിന്നെ ഓരോ കലാകാരനും നാട്ടുകാർക്ക് സ്വന്തം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകരും ശ്രോതാക്കളും ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അത് മക്കൾ മനസ്സിലാക്കാം. നമുക്ക് അപ്പം അവർക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ഇല്ലാതിരുന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അത് മക്കൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കേ സർ. വെറും സൗന്ദര്യം കൊണ്ട് കാര്യമില്ല. അപ്പം മക്കളുമാരെ 3 പേർക്ക് കൊണ്ട് ചേർത്ത് രാഹുൽ സർ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
വർഷമായി? എത്ര വർഷമായി? 10-40 വർഷം. അണ്ണന്റെ കാര്യം പറഞ്ഞു. 15 years. So happy wedding anniversary to Rahul, Raj and Miriam. Congrats. Thank you. 15 വർഷത്തെ നീണ്ട വിജയത്തിന് ശേഷം ഇതാ രാഹുൽ രാജ് വീണ്ടും വിജയിക്കാൻ നിങ്ങളുടെ മുന്നിൽ രാഹുൽ രാജ് എന്റെ വെണ്ണിക്കൊടി വാർച്ചുണ്ട്. അപ്പൊ മോളെ എന്തോ സർ? കൊള്ളാം, നല്ലതാ. കമന്റ് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് വെഡിങ് ആനിവേഴ്സറി ഞാൻ ഫ്ലാറ്റ്. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ലൊരു പാട്ട് സെലക്ഷൻ ആൻഡ് സംഗതികളൊക്കെ നല്ല ബ്യൂട്ടി. ഈ ഡൈനാമിക്സ് മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ് ടു ഡു. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അതിലാണ് ഫുൾ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം അത് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് എനിക്ക് തോന്നി. ഇപ്പം അണ്ണം പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായല്ലോ അതെന്താന്നുള്ളത് മനസ്സിലായല്ലോ. അതിനി എല്ലാ പാട്ടിലും, ഈ പാട്ട് മാത്രമല്ല നമ്മുടെ എല്ലാ പെർഫോമൻസിലും എല്ലാ സിംഗിങ്ങിലും ഒരു ഇംപ്രോപ്ഷ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പോലും ഈ ഡൈനാമിക്സിലൂടെ ഉപയോഗിച്ച് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഫീലാണ്. ഇത്രയും നാൾ എത്തിയപ്പോഴത്തേക്കും ദിസ് ഇസ് വാട്ട് യു ഹാവ് മാസ്റ്റേർഡ്, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് യു ഹാവ് കം ടു, അല്ലേ? അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കേട്ടോ. പിന്നെ ഈ ഈ പാട്ടിലെ സ്പെസിഫിക് കാര്യങ്ങൾ ശരത്തണ്ണൻ പറഞ്ഞു മെയിൻലി. അത് മോളത് പിന്നീട് പാടിച്ചപ്പോൾ അത് കറക്റ്റാക്കി പാടുകയും ചെയ്തു. ഞാനൊരു കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ വാല്യൂ ചെയ്യുക ഈ ഒരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ. മോക്ക് ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ശ്രേയ, എന്തോ മാം? ഓൾവേസ് ശ്രേയാസ് വോയിസ് ഫാൻ. ചേച്ചി എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വോയിസാണ്. ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ലൊരു മിഠായി കഴിച്ച ഫീല് പോലെ പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ രാഹുലേട്ടന് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. മറിയം, ഒരു വലിയ പ്രണാമം. ഇതിനെ സഹിച്ചതിന്. ഓക്കെ, എന്തായാലും അപ്പാർട്ട് ഫ്രം ദ ജോക്ക് 15 years വലിയ 15 വർഷം എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല, നിസ്സാര കാര്യമല്ല. പിന്നെ എന്തുമാത്രം ക്ഷമ വേണമെന്നറിയാം. അണ്ണനെന്താ ഗദ്ഗതൊക്കെ എന്തോ ഓർത്ത് എന്തോ കുത്തി പറയുന്ന പോലെ. ഓക്കെ ശ്രേയ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉഷാറാക്കോട്ടോ. താങ്ക് യു ചേച്ചി. സോ ശ്രേയ, എന്തോ സർ? ഞാനിപ്പോൾ പാടിച്ചപ്പോൾ അതുപോലെ പാടിയിരുന്നെങ്കിൽ 100/100 ആയിരുന്നു. പക്ഷെ ഇന്ന് പാടിയത് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. ഇറ്റ്സ് 98 out of 100. താങ്ക് യു സർ. ശ്രേയ, എന്തോ സർ? giving you a supreme. താങ്ക് യു സർ. ആടിയൊരു മല്ലീസായക പൂക്കുട്ടി. Congratulations, you are awarded a supreme. താങ്ക് യു സർ. All the best. താങ്ക് യു. All the best. ടാറ്റാ. വർണ്ണവേദിയിലേക്ക് എൻ്റെ നാടായ കണ്ണൂരിൽ നിന്നാണ് അടുത്തതായിട്ട് പാടാനെത്തുന്നത് നമ്മുടെ സ്വന്തം സാഗരിക കുട്ടി. വെൽക്കം സാഗരിക ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് കോമഡി റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് ഒരു ജലദോഷ പാട്ടാണ്. ഏതാണെന്നറിയോ? ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം. ഞാൻ പാടിയിട്ട് വരാം. ഇത് ഏത് നാട്ടിൽ നിന്ന് വരിക? കണ്ണൂര് ജപ്പാനിലെ. അല്ല, ഇത് കണ്ടിട്ട് ഏത് നാട്ടിലാണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് വേറെ ഏതോ ഒരു രാജ്യം. യൂറോപ്യൻ സ്റ്റൈലാണല്ലോ. ഈ ഫ്ലവർ വൈസിലൊരു പൂ വിരിഞ്ഞിരിക്കുന്നത്. അല്ല, ഇവിടെ ആരാണ്ട് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞില്ല, അത് ആരാ പറഞ്ഞേ? ഞാൻ എൻ്റെ നാടായ കണ്ണൂർ. എൻ്റെ നാടായ കണ്ണൂർ. ശരി. എൻ്റെ നാടായ കണ്ണൂരിൻ്റെ അടുത്ത് പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ CMൻ്റെ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഞാൻ പോയി. അവിടെ വെച്ച് ഒരാൾ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ് വരണം കേട്ടാ, ഞാൻ വിളിക്കും, കല്ലുമ്മേക്കാ തരാം. ഞാൻ വിളിച്ചിനിയില്ല ഒന്നുമില്ല, വിളിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ എന്നെ രാത്രി 12:15 വിളിച്ചിട്ട് അണ്ണാജി കല്ലുമേക്കാ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കാകെ വിഷമമായി. ഞാൻ വിളിച്ചതാ ചുമ്മാ. ഇവർ രണ്ടുപേരും പറയട്ടെ, വിളിച്ചിനി എപ്പോഴും പറയും വിളിച്ചില്ല. എന്നിട്ട് നമ്മള് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് എന്നിട്ട് MG ഞങ്ങൾ കാണുകയല്ല. MG അണ്ണനെ വിളിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറയരുത്. കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലൂടെ സാറ്റലൈറ്റ് ഫോണാണ്. എവിടെ വിളിച്ചാലും എപ്പോ വേണേലും ജെയിംസ് ബോണ്ടിനും പുള്ളിക്കാരന്റെ കയ്യിൽ മാത്രമുള്ളത്. സ്വിച്ച് ഓഫ് ആന്നാ പറഞ്ഞേ. സ്വിച്ച് ഓഫ് ആവാൻ പറ്റത്തില്ല. അത് 24 hours ഓണിൽ തന്നെ. 6 ലക്ഷം രൂപയാണ് ആ ഫോണിന് വില.
അണ്ണന്റെ കയ്യിലേ അത് ഉള്ളൂ. ആരാ ഗിഫ്റ്റ് ചെയ്യുന്നറിയോ? ആരാ? വൈഫ്. എപ്പോഴും കിട്ടണം ഫോണിൽ. അതെ. ഒരു കയ്യില് കൊടുക്കാം കേട്ടോ. ഇത്രയും വലിയൊരു ബുദ്ധി ഉണ്ടെന്ന് ഞാൻ അത് വിചാരിച്ചതേ ഇല്ല. മാത്രമല്ല അണ്ണ അതിലൊരു ചെറിയ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അണ്ണി പറഞ്ഞു. അത് വാങ്ങിച്ചത് ജർമ്മനിയിൽ ആരുടെയോ കയ്യിൽ നിന്നാ പറഞ്ഞത്. അയ്യോ ദൈവമേ. മക്കളെ ഒന്നും മനസ്സിലായില്ലല്ലോ. ഇല്ല. ഏത് പാട്ടാ പാടുന്നത്? ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതൽ ഏത്, ഈ ചേച്ചിക്കാണോ ആ ചേച്ചിക്കാണോ? ചേച്ചി കാണാം. ഈ ചേച്ചി ഏതാ? അത് കറക്റ്റാ, എപ്പോഴും ജലദോഷം. ഒരു ജലദോഷം ലുക്ക് ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഈ രണ്ടു പേർക്കായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എനിക്കല്ല, അവക്കാ. അല്ല, ശിവുവിനും മീനൂട്ടിക്കും ശകലം ഇരിക്കട്ടെ. കുറച്ച് നീ എടുത്തു. കുറച്ചെടുത്തോ, നിങ്ങൾ രണ്ടും അടുത്ത വലിയ ഇതല്ലേ. ആ, ശരി. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും ചീത്ത പറച്ചിലും മൂക്കു പിരിച്ചിലും ജലദോഷം. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും ചീത്ത പറച്ചിലും മൂക്കു പിരിച്ചിലും ജലദോഷം. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ചേട്ടൻ ചേച്ചിയെ കാണാൻ വന്നിന്നേ. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ചേട്ടൻ ചേച്ചിയെ കാണാൻ വന്നിന്നേ. ഊരിയ കുഞ്ഞാളി പരിയെ കണ്ടു, ഉമ്മിണി തങ്കൈ കണ്ടു. ചേട്ടനെ ഒരു നോക്ക് ഞാനും കണ്ടു. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലി വാലൻ മീശ. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലി വാലൻ മീശ. ഇത്തിരി മീശയും മുഖവും കണ്ടിട്ടിന്നേ ചേച്ചിക്കൊരാശ, മൂപ്പരെ ഇന്നേ ചേച്ചിക്കൊരാശ. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും ചീത്ത പറച്ചിലും മൂക്കു പിരിച്ചിലും ജലദോഷം. കെട്ടിക്കാമ്പോണെന്നറിഞ്ഞേ പിന്നെ ഒരിഷ്ടവും എന്നോടില്ലാതായി. കെട്ടിക്കാമ്പോണെന്നറിഞ്ഞേ പിന്നെ ഒരിഷ്ടവും എന്നോടില്ലാതായി. വിളിച്ചാൽ പണ്ടത്തെ കളിച്ചിരിയില്ല, വിശന്നാൽ ചോറ് തരൂല, ഓടി വന്നൊരിക്കലും ഒരു ഉമ്മയും തരൂല. ഇപ്പം നല്ല തമാശ, ചേച്ചിക്കിത്തിരി പോരൻ മീശ. ഇപ്പം നല്ല തമാശ, ചേച്ചിക്കിത്തിരി പോരൻ മീശ. ഈ വര മീശയും പടുതിയും കണ്ടാൽ ഇന്നേ കൈവിടും ആശ, മൂപ്പിലെ ഇന്നേ കൈവിടും ആശ. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും ചീത്ത പറച്ചിലും മൂക്കു പിരിച്ചിലും ജലദോഷം. ആഹാ. സബാഷ്, 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 സബാഷ്. സാഗരിക കുട്ടി, ലോണ്ട നിൽക്കുന്നത് ആരാ? തേക്കുട്ടൻ. ആ,
തേക്കുട്ടിനെ വേറെ ചിലരെ വിളിക്കും, ശ്രീലക്ഷ്മി എന്നൊക്കെ വിളിക്കും. തേപ്പൂട്ടൻ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. ഒരു സത്യം പറയട്ടെ, നീ സുന്ദരനാടാ. ചെറുതായിട്ട്. താങ്ക് യു സർ. ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോഴേ നിന്റെ പുറകെ പിള്ളേരായിരിക്കും. ആ പിള്ളേരോ? ഞാൻ വിചാരിച്ച ഐസ്ക്രീം കച്ചവടം തുടങ്ങിയെന്ന്. സൈക്കിളിൽ ഐസ് ഫ്രൂട്ട് വിൽക്കാൻ പറ്റില്ല. നന്നായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിലൊന്ന് ചെറിയൊരു ഡാൻസോ ഒക്കെ ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ് ടു ഡു ദ സിങ്, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഞാൻ പാട്ടേ പാടൂ എന്ന് മാത്രം പറയുന്നില്ല, ഞാൻ ചെയ്യാം, ഡാൻസ് ചെയ്യുന്നു, അതല്ലേ സാഗരിക കുട്ടി, അതിന്റെ രസം അതല്ലേ. വെൽക്കം. മോൾ അസലായിട്ട് പാടി കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു, ഈസി ആയിട്ട് പാടി മോള്. കാരണം ആ ഡയലോഗൊക്കെ കഴിഞ്ഞിട്ട് ടാ ടാ ടി 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 അതൊക്കെ എടുക്കാൻ പ്രയാസമാണ്. മോള് ടോട്ടലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിന് വേണ്ട രീതിയിലുള്ള എല്ലാ സർവ്വ സാധനങ്ങളും മോൾ ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. സർവ്വ സാമഗ്രികൾ വെരി ഗുഡ്, നന്നായിരുന്നു മോളെ. എത്ര ചീറ്റലാണെങ്കിലും മോള് നന്നായിട്ട് പാടി. കാരണം മക്കളെ, എനിക്ക് ഒരു ഒറ്റ ഡൗട്ടുള്ളത്, അത് ക്ലിയർ ചെയ്ത് തരുമോ ശരത്തങ്ങളിൽ? മക്കളെ, ആ ചീറ്റലും തുമ്മലും മൂളലും മുറുങ്ങലും ഒന്ന് പാടാമോ? ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും ചീത്ത പറച്ചിലും അത് വെരി ഗുഡ്. ലാസ്റ്റ് മാത്രമേ ഉള്ളൂ മോൾ അതിൽ ഒന്ന് വന്നത്, ബാക്കി എല്ലാം ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ അതിമനോഹരം, നിലവിളിക്കുന്നില്ല, അത് തന്നെ ഒരു വലിയ സംഭവമാണ് മക്കളെ. അല്ല കുഞ്ഞങ്ങ് ക്ഷീണിക്കും 2 പാട്ട് പാടി കഴിയുമ്പോൾ. നന്നായിരുന്നു മോനെ കേട്ടോ, നീ നന്നായിട്ട് ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്തു. താങ്ക് യു മക്കളെ. മോളെ അടിപൊളിയായിട്ട് കേട്ടോ. ഒന്നുമില്ല മോളെ, ഈസി പീസി. മോക്ക് ഇതൊരു ചലഞ്ച് പോലും അല്ല. മോള് എത്ര അടിപൊളി പാട്ടുകൾ ഇവിടെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് മോക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു പോപ്കോൺ കഴിക്കുന്ന ലാഘവത്തോടുകൂടി മോള് പാടി, അത്രേ ഉള്ളൂ. കൂൾ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇത് രസമാ, നന്നായിട്ട് പാടി, നല്ല കോസ്റ്റ്യൂം, മോന് നന്നായിട്ട് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഇതൊരു കോമഡി പെർഫോമൻസ് റൗണ്ട് ആവുമ്പം മാക്സിമം ഫൺ കൊണ്ടുവരാനായിട്ട് കൂടെ നിൽക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള ആളുകളും കൂടെ അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് മൊത്തത്തിൽ അതൊരു രസം ഉണ്ടാവുക. ആ ഒരു ഗുമ്മ് കൊണ്ടുവന്നു. അപ്പൊ 2 പേരും പൊളിച്ചടുക്കി. ഓൾ ദി ബെസ്റ്റ്. തേക്കുട്ടാ, ഓ സാർ, ഇതൊക്കെ മതിയോ? എന്നാ ഒരു പാട്ടൊക്കെ 4 വരി നമ്മുടെ ചക്കരക്കുട്ടിക്ക് ഒരു 4 വരി പാടിക്കൊടു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ബാക്കിയും കൂടെ കേൾക്കണമെന്നുണ്ട്. ബാക്കി വേണോ? തട്ടം കൊണ്ട് പുലരാൻ തുടങ്ങുമൊരു യാത്രയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, നേരത്തിന്നലലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞു, നെറുകിൽ തലോടി മാഞ്ഞു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. സോ സാഗരിക കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇറ്റ്സ് 99 out of 100. Sagarika. We are giving you a super spray. അടി ഒരു ചേച്ചി പൂക്കുറ്റി. Thank you.
Congratulations, you are awarded a Super Supreme. നമ്മുടെ ജഡ്ജസിന് എല്ലാവർക്കും ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. സിൻഡോ സണ്ണി ചേട്ടൻ സംവിധാനം ചെയ്ത പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞിട്ടുള്ള മൂവിയില് നമ്മുടെ ഔസേപ്പച്ചൻ സാറുടെ സംഗീതത്തില് നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ, അതായത് സാഗരിക കുട്ടി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കുട്ടിക്കുറുമ്പുകൾ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പാടിയിട്ടുണ്ട്. ഔസേപ്പച്ചൻ ചേട്ടൻ ഒരു വലിയ താങ്ക്സ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമുക്ക് കാണാം. ആഹാ, മോളെ യു ആർ വെരി ലക്കി കേട്ടോ. കാരണം അങ്കിളിനൊക്കെ ഒരുപാട് പാട്ട് തുടക്കത്തിൽ തന്ന ഒരാളാണ്. വെരി ഫസ്റ്റ് സോങ് ഐ ക്യാൻ സേ ദാറ്റ് താളം മറന്ന താരാട്ട് കേട്ടൻ തേങ്ങും മനസ്സിനൊരു ആന്തോളനം. ഭരതേട്ടൻ്റെ പടത്തിൽ എന്നെ കൊണ്ട് പാടിച്ചൊരു വ്യക്തിയാണ് ഔസേപ്പച്ചൻ ചേട്ടൻ. സോ യു ആർ ലക്കി. ഐശ്വര്യമുള്ള കൈയാണ്. താങ്ക് യു സോ മച്ച് ഔസേപ്പച്ചൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. ലവ് യു. സാഗരിക കുട്ടി, ഓൾ ദി ബെസ്റ്റ്. പാട്ടിന്റെ ചേലുമായി തലസ്ഥാന നഗരിയുടെ സ്വന്തം ഗായിക മുക്തിക എത്തുന്നു. വെൽക്കം മുച്ചുകുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. സുഖാണോ മുച്ചമ്മയ്ക്ക്? സുഖാണ്. വീട്ടിൽ പോയോ? വീട്ടിൽ പോയി. എന്തൊക്കെയുണ്ട് വീട്ടില്? വീട്ടിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന വഴി ട്രെയിനിൽ ഞാൻ കുറെ ചേച്ചിമാരെ കണ്ടു. അവരെന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഓ, എന്ത് പറഞ്ഞു ചേച്ചിമാര്? നല്ല പാട്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? നല്ല പാട്ടാണെന്ന് പറഞ്ഞോ? നല്ല പാട്ടാ മോളെ. മോളെ ഇഷ്ടമല്ലാത്തവരാരുണ്ട്? ഏത് പാട്ടാ പാടുന്ന മോള്? വരുമല്ലോ രാവിൽ പ്രിയതമൻ. ശരി മോളെ, പാട്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വരുമല്ലോ രാവിൽ പ്രിയതമൻ, സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ, വരുമരികിൽ ദാഹമായി മനസ്സിന്റെ മധുരിത മണിയറ മലരമ്പനി മാടി വിളിക്കും, മാടി വിളിക്കും.
വരുമല്ലോ രാവിൽ പ്രിയതമൻ വരുമരികിൽ ദാഹമായി മനസ്സിന്റെ മധുരിത മണിയറ മലരമ്പനെ മാടി വിളിക്കും വരുമല്ലോ രാവിൽ പ്രിയതമൻ സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ. മുച്ചൂസ്, എന്താ സർ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. പഴയ ഒരു പാട്ട്, സ്വാമിയുടെ പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുപല്ലവി തൊട്ടാണ് മെയിനായിട്ട് മോളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി. ഇപ്പം പല്ലവി മാറി നിൽപ്പുണ്ട്, അനുപല്ലവി ചരണം, ലാസ്റ്റ് പല്ലവി സൂപ്പർ, താങ്ക് യു സർ. നന്നായിട്ടുണ്ട്. മോൾ അക്ഷരം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം. മോൾ അക്ഷരം പറയുന്നത് സ്വപ്നജാലം, അതെങ്ങനെ പാടിയത്? ആ കൊള്ളാം. ആ കുറച്ചുകൂടെ സ്വപ്ന, നേരത്തെ കുറച്ച് എന്താണ് ലൈറ്ററായിപ്പോയി, സ്വപ്ന എന്നുള്ള വന്നാൽ മതി കേട്ടോ. മക്കളെ നന്നായിട്ട് പാടിയതാ. പ്രധാനമായിട്ട് മോളെ ഈ വരൂ എന്നുള്ളത് എപ്പോഴും വാ തുറന്നാലേ അത് വരത്തുള്ളൂ മക്കളെ. അല്ല എപ്പോഴും മോൾ അത് ഒരു വേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മോള് പറയുമ്പോൾ. വരുമല്ലോ, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമല്ലോ, ഞാൻ വരാം, ഉറപ്പായിട്ട് വരാം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ വരും, പിന്നെ ആ വരുമരികിലൊക്കെ വരുമരികിൽ നിന്നാ എനിക്ക് കേൾക്കുന്നത്. അപ്പൊ കുഞ്ഞെ മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ ഒരു എന്താ പറയണ്ടേ ഒരു ബ്രില്യൻസ്. നമ്മൾ അനുപല്ലവി കഴിഞ്ഞിട്ട് മോള് വരുമല്ലോ പാടുമ്പോൾ നമ്മളൊരു തബലയിൽ ഹൃദയത്തിലൊരു ലീഡ് പ്രതീക്ഷിക്കും. ഞാൻ അണ്ണനൊക്കെ ഇവിടെ വായിച്ചത് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. അതൊക്കെ ഒരു രസമാണ്. ഈ പാട്ട് ആരാ മക്കൾക്ക് സെലക്ട് ചെയ്ത് തന്നെ? ആണോ? എപ്പോഴും അമ്മയാണല്ലേ. കൊച്ചുകുട്ടി നല്ല കുഞ്ഞാണ്. നിന്റെ നന്മ ഞങ്ങൾക്ക് മോളെ കാണുമ്പോഴേ മനസ്സിലാവും. നല്ല കുഞ്ഞാണ്. മക്കൾ ഇങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ, ഈ നന്മയോടെ ജീവിക്കുക കുഞ്ഞ്. പാട്ട് നമ്മൾ വരൂന്ന് പറഞ്ഞാൽ ഇനി തല്ല് കൊള്ളും കേട്ടോ. വരൂ, ഇനി അടുത്ത പാട്ടുമായിട്ട് വരൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. നല്ലൊരു ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട്, വ്യത്യസ്തമായി. പെട്ടെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ സ്വാമിയുടെ പാട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഈവൻ മരകതമണി സാറിൻ്റെ മ്യൂസിക്കൽ സ്റ്റൈലിനോടൊരു ഫീല് തോന്നി. ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കേട്ടല്ലേ നമ്മളുടെ മാസ്റ്റേഴ്സിൻ്റെ കേട്ടിട്ടാണല്ലോ നമ്മൾ വരണേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു സിമിലാരിറ്റി മ്യൂസിക് സ്റ്റൈലിൽ എനിക്ക് ഫീൽ ചെയ്തു ചില ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ. നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് മോൾ നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, മോള് പ്രോഗ്രസ് ചെയ്തപ്പോഴാണ് പാട്ട് കുറച്ചും കൂടെ ഗ്രാബ് ആയത്. ലാസ്റ്റ് ഇപ്പം ചരണത്തിലേക്ക് എത്തിയപ്പോഴാണ് നല്ല രസമായിട്ട് ഫീൽ ചെയ്ത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, മോള് നന്നായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മുക്തിക നല്ല എക്സലന്റ് ആയിട്ട് പാടി. ഇത്ര രസമായിരുന്നു കേൾക്കാനൊക്കെ. ഫുൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അങ്ങനെ ലയിച്ചിരുന്നു പോകുന്ന ഒരു പാട്ട് നന്നായിട്ട് പാടി. അച്ഛന് അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും പാടുവോ? അമ്മയും അച്ഛനും പാടൂല, രണ്ടുപേരും പാടില്ല. പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. ലവ് യു സോ മച്ച്. എക്സലന്റ് ആയിട്ട് പാടി. ഇവിടെ നമ്മൾ എല്ലാവരും ഇപ്പം അമ്മേനെ അന്വേഷിച്ചില്ലേ കുറേ പ്രാവശ്യം. അതുകൊണ്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ? യെസ് യെസ്. നമ്മൾക്കെല്ലാവർക്കും ഓരോ ഡിഫക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു സ്ഥാപനമാണിത്. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ, മെൻ്റൽ റിട്ടാർഡേഷൻ, മൈൽഡ് കേസസ് ഒക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അതുകൂടാതെ അവരുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കൂടെയാണ്. ഫോർമൽ ട്രെയിനിങ് അല്ല കൊടുക്കുന്നത്, ഇൻഫോർമൽ ട്രെയിനിങ് ആണ്. ഒന്നും നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്ക് എന്താണോ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. എനിക്ക് ഏറ്റവും എൻ്റെ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെ
ഗവൺമെൻറ് തലത്തിൽ എനിക്ക് ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവരുടെ മനസ്സ് വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു സന്തോഷം മുക്തിക്കും അവരോട് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. മുക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. വലിയ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കുക അങ്ങനെയൊന്നും അവർക്ക് മനസ്സിലായിരിക്കുന്നില്ല. മുക്തിക ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് പോർഷൻസ് മുക്തിക തന്നെ പവർ പോയിന്റിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി എനിക്ക് കാണിച്ചു തരാറുണ്ട്. എന്നിട്ട് അത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇതെന്താണ്. ശരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ കൂടെ ആ കുഞ്ഞുങ്ങൾ സന്തോഷം അർഹിക്കുന്ന പല സമയങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ടത്. ഒരു ദിവസം ഉറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മെഡിറ്റേഷൻ പോലെയാണ് പല കുഞ്ഞുങ്ങളുടെയും ചിരി. അത് മുക്തികയിലും പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. മുക്തിക പലപ്പോഴും ഇവിടെ വരാത്ത ദിവസം എന്നെ വിളിച്ചിരുത്തിയിട്ടൊരു അരമണിക്കൂർ, അമ്മ ഇന്ന് അവിടെ എന്തായിരുന്നു, ഇന്ന കുട്ടി എന്തായിരുന്നു, ആ ചേട്ടൻ വന്നോ, ഇതൊക്കെ ചോദിക്കും. അത് ജീവിതത്തിൻ്റെ ഒരു ശരിക്കും റൊട്ടീൻ പോലെ ആയിപ്പോയി. പലപ്പോഴും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചിലർ പിക്ചേഴ്സ് വരയ്ക്കുന്നത്, കളറടിക്കുന്നത്, അല്ലെങ്കിൽ പാട്ട് പാടുന്നത്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മെന്റൽ റിട്ടാർഡേഷൻ കുട്ടികൾ പാട്ട് പാടുന്നു, അസാധ്യമായിട്ട് പാടുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത് അവന് കേൾക്കാൻ കഴിയില്ല, പക്ഷെ അവൻ അസാധ്യമായിട്ട് ഡാൻസ് ചെയ്യും. വിജയാണ് അവൻ്റെ ഡാൻസിൻ്റെ ഗുരു. വേറെ ടി വിയിൽ ജസ്റ്റ് കണ്ട് നിൽക്കുന്നത്, പക്ഷെ സ്പീക്കറിൽ ടച്ച് ചെയ്യും ഏതാണ് അതിൻ്റെ സൗണ്ട് രീതി. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു 2 ആഴ്ച ഇവർക്ക് വേണ്ടിയിട്ട് അതിന് വിട്ടുകൊടുക്കാറുണ്ട്. അവർക്ക് ഫുൾ ഫ്രീഡം ആണ് 2 ആഴ്ച, സ്പോർട്സും ഗെയിംസും. പിന്നെ വേൾഡ് ഡിസേബിൾ ഡേക്കുള്ള ഫംഗ്ഷൻ, അത് അവരുടെ ഒരു ഉത്സവമാണ്. നമ്മളൊരു ഉത്സവത്തിന് പോകുന്ന പ്രതീതി അവരിവിടെ തീർക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒട്ടും ഡിസേബിൾഡ് അല്ല, അവർ ഏബിൾഡ് ആണ്, നമ്മളെക്കാൾ ഏബിൾഡ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും നേരം നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. സത്യം ഇറ്റ്സ് വെരി ഗ്രേറ്റ് തിങ് കേട്ടോ. മോളും അമ്മയും അവിടെയുള്ള എല്ലാവർക്കും അന്വേഷണം പറയും കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറയും. മോളുടെ കൈൻഡ്നെസ് എവിടെ നിന്നാണ് വരുന്നത് ഇപ്പൊ മനസ്സിലായി. അമ്മയുടെ പേരെന്താ? മുക്തിക അംബിക. മുച്ചുകുട്ടി, നമ്മൾ മാർക്ക് പറയുന്നതിന് മുമ്പേ ഒരു പ്രിസ്ക്രിപ്ഷൻ തരും കേട്ടോ. അപ്പോൾ ഇത് 100 കിട്ടിയേനെ. അപ്പോൾ കയറി വരുമ്പം ശകലം വാമപ്പ്, പിന്നെ കയറി വരുന്നതിന് മുമ്പേ അക്ഷരം ഒന്ന് പിടിച്ച് വരിക. ഓക്കെ, ഇത് രണ്ടും അടുത്ത തവണ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 98 out of 100. താങ്ക് യു സർ. ചുക്കുട്ടി, എന്താ സർ? ഓരോ ഔൺസ് വീതം. താങ്ക് യു സർ. ആടി ഒരു വരുമല്ല പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യുവർ അവാർഡ്. ഏയ് സുപ്രീം. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. All the best. Bye. Judges, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? സാഗരിക. വെൽക്കം സാഗരിക കുട്ടി ഓൺ സ്റ്റേജ്. ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുരളലും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഡ്യൂപ്പർ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ കുട്ടി സിംഗേഴ്സിന്റെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് നൈറ്റ്.